വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് പറയുന്ന കാര്യങ്ങളിൽ അവ്യക്തതയുണ്ടെന്ന് ഡി.കെ. മുരളി എം.എൽ.എ. കട്ടിലിൽ നിന്ന് മറിഞ്ഞു വീണതാണ് എന്ന് ഷമി ആരോടോ പറഞ്ഞതായി ഡോക്ടർമാർ പറയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഷമിക്ക് മനസ്സിലായിട്ടില്ല എന്നും ഡി.കെ. മുരളി പറഞ്ഞു. അവർക്ക് അങ്ങനെയൊന്നും പറയാൻ അവസ്ഥയായിട്ടില്ല. മാത്രമല്ല, ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി അവർക്ക് ഇപ്പോഴും അറിയില്ല. മക്കള് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ്. അല്ലെങ്കിൽ മക്കളെ കാണണം, മക്കളെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമാണ് അവരുടെ അന്വേഷണത്തിൽ നിന്ന് വരുന്നത്. പിന്നെ ഇന്നലെ പോലീസിനോട് മറിഞ്ഞു വീണോ അല്ലെ കറ്റിൽ നിന്ന് വീണോ അങ്ങനെ മകനെ രക്ഷപ്പെടുത്തുന്ന രൂപത്തിലൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷിജോ, എം.എൽ.എ. ഈ ഷമിയെ കണ്ടോ? അവരോടൊത്ത് സംസാരിക്കാൻ ശ്രമിച്ചോ? അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എന്താണ് എം.എൽ.എ. പറയുന്നത്? ശരി, ഷിജോയിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ഡി.കെ. മുരളി എം.എൽ.എയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ്, ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതി അഫാന്റെ അമ്മ പറയുന്ന ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നാണ് എം.എൽ.എ. പറയുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, കേൾക്കാമോ? ഷിജോ, ഈ എം.എൽ.എ. ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് അമ്മയെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണോ, അല്ലെങ്കിൽ അമ്മ ഡോക്ടർമാരോട് സംസാരിച്ചതാണോ, എന്താണ്? അമൃത, അല്പസമയം മുമ്പാണ് എം.എൽ.എ. ഡി.കെ. മുരളി ഇപ്പോൾ തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഷമിയെ ആശുപത്രിയിലെത്തി കണ്ടത്. അപ്പോൾ അതിനകത്ത് ബന്ധുക്കൾക്കൊപ്പമാണ് ഡി.കെ. മുരളി എം.എൽ.എ. ഷമിയെ കാണാനായിട്ട് ആശുപത്രിയുടെ ICUവിലേക്ക് പ്രവേശിച്ചത്. അതിനകത്ത് അവിടെ കയറി ചെന്നപ്പോൾ തന്നെ താൻ എം.എൽ.എ. കാണാൻ വന്നിട്ടുണ്ട് എന്ന് ബന്ധു ഷമിയോട് പറഞ്ഞപ്പോൾ കണ്ണു തുറന്ന് എം.എൽ.എയെ നോക്കുക മാത്രമാണ് ചെയ്തത്. ആ നോക്കിയ സമയത്ത് മക്കൾ എന്നുള്ള ആ ഒരു വിളി മാത്രമാണ് ഷമീനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മക്കൾ എന്ന് പറയുന്നതല്ലാതെ ഷമീൻ ആ സമയത്ത് മറ്റൊന്നും ഷമി പറഞ്ഞിരുന്നില്ല. എന്നാൽ ബന്ധുക്കളോട് വളരെ നേരത്തെ തന്നെ ഷമി സംസാരിച്ചപ്പോൾ താൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നുള്ള തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് തനിക്ക് ഈ അപകടം പറ്റിയത് കട്ടിലിൽ നിന്ന് വീണാണ് എന്ന് ഷമി ബന്ധുക്കളോട് പറഞ്ഞിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നതായിട്ട് ഡോക്ടർ ഡി.കെ. മുരളി എം.എൽ.എയോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് അക്കാര്യമാണ് അല്പസമയം മുമ്പ് ഡി.കെ. മുരളി എം.എൽ.എ. മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. അതായത് ഷമീന കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്കേറ്റതെന്ന് ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ബന്ധുക്കൾ അക്കാര്യം ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറാണ് ഇക്കാര്യം ഇപ്പോൾ എം.എൽ.എയോട് പറഞ്ഞത്. നമ്മൾ എം.എൽ.എയോട് ആവർത്തിച്ച് ചോദിച്ചു, അക്കാര്യത്തിനകത്ത് എന്തെങ്കിലും വ്യക്തതയുണ്ടോ, കട്ടിലിൽ നിന്ന് വീണത് തന്നെയാണോ ഷമീന പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എം.എൽ.എയും അതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഇത് വ്യക്തതയില്ലാതെ ചില കാര്യങ്ങൾ ഈ രീതിയിൽ പറയുന്നുണ്ട്. ഷമി പറയുന്ന പല കാര്യങ്ങളിലും അവ്യക്തതകളുണ്ട്. ഇപ്പോഴും അവർ ഒരു നോർമൽ സ്റ്റേജിലേക്ക്, ഒരു സ്വാഭാവികമായിട്ട് പ്രതികരിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടില്ല. പല കാര്യങ്ങളും അവ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് തന്നെയാണ് ഡി.കെ. മുരളി എം.എൽ.എ. പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കട്ടിൽ നിന്ന് വീണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ എം.എൽ.എ. പറയുന്നുണ്ട്. അതിനകത്തും അവ്യക്തതകളുണ്ട് എന്നുള്ള കാര്യമാണ് എം.എൽ.എക്ക് മനസ്സിലാകുന്നത്. അക്കാര്യമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഷമിയുടെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ ദിവസത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗുരുതരമായ പരിക്കുകൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് കരുതേണ്ടി വരും. അല്ലെങ്കിൽ മകനെ സംരക്ഷിക്കാൻ ഇങ്ങനെ പറയുന്നതുമാകാമല്ലോ. അമൃത, അങ്ങനെയും കരുതാം. ഇതിനകത്ത് എടുത്തു കാണേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവർ ഈ അപകടം സംഭവിച്ച് ഇത്രയും ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ് ഇവർ കിടക്കുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടാൽ നമുക്ക് നെഞ്ച് തകരുന്ന തരത്തിലുള്ള ആ ദൃശ്യങ്ങളാണ് അതിനകത്തുള്ളത്. കാരണം ഫർസാനയുടെ മുഖത്ത് ചുറ്റുകൊണ്ടത് ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു. വല്യുമേനെ തലയ്ക്ക് പിറകിൽ അടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ പലതരത്തിൽ വികൃതമായിട്ടുള്ള ആക്രമണമാണ് ഈ അഫാൻ നടത്തിയിട്ടുള്ളത്. അതിനകത്ത് ഈ അമ്മ ഷമിയുടെ മുഖത്തൊക്കെ വലിയ തരത്തിലുള്ള പാടുകളുണ്ട്. തലയ്ക്ക് പുറത്തും മുറിവുകളുണ്ട്. അപ്പോൾ താടിയെല്ലും മുഖത്തെ എല്ലും ഒക്കെ പൊട്ടിയിട്ടുമുണ്ട്. അവർക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതി ഇല്ല. അപ്പോൾ അവ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ അതിനകത്ത് ഈ കട്ടിലിൽ നിന്ന് വീണു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണോ പറയുന്നത് എന്നുള്ള സംശയവും പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവ്യക്തമായിട്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണ്, വ്യക്തതയില്ല. പക്ഷേ നാളെ ഷമിയുടെ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി സ്റ്റേബിൾ ആകുമ്പോൾ മാത്രമായിരിക്കും പോലീസ് മൊഴിയെടുക്കുക. അതിനുശേഷം മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയൂ. അമൃത. ശരി, ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.